Hello friends, എല്ലാ കൂട്ടുകാർക്കും GK World and PSC യുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ Unacademy വഴി നിങ്ങൾക്ക് നിരവധി സൗജന്യ PSC കോച്ചിംഗ് ക്ലാസുകൾ ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിന്റെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ സൗജന്യമായിട്ട് ക്രാഷ് കോഴ്സ് സിവിൽ പോലീസ് ഓഫീസറിന് ലഭിക്കുന്നതാണ്. ഇത് ലഭ്യമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് എൻ്റെ പ്രൊഫൈല്. ഇതിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന ആദ്യം കിടക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് Unacademy വഴി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസറിന്റെ ക്രാഷ് കോഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ലെസൺ ആണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ GK World and PSC യുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്താൽ താഴെ കാണുന്ന ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. GK World and PSC യുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. എല്ലാ PSC എക്സാമിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ് ഇന്ത്യയിലെ പ്രധാന മന്ത്രിമാർ എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രികളെ കുറിച്ചിട്ടുള്ള ബേസിക് നോളജ് ഫാക്ടേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ആരംഭിക്കാം. ജവഹർലാൽ നെഹ്റു 1947 1964 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെയായിരുന്നു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന മന്ത്രിയാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ആധുനികവും മൂല്യാധിഷ്ഠിതവുമായിട്ടുള്ള ജനാധിപത്യ രീതിയിലാണ് ഇന്ത്യയെ അദ്ദേഹം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. Then the second one, ഗുൽസാരി ലാൽ നന്ദ. ഗുൽസാരി ലാൽ നന്ദ 1964 അപ്പോൾ 1964 മെയ് 27 മുതൽ ജൂൺ 9 വരെയും 1966 ജനുവരി 11 മുതൽ ജനുവരി 24 വരെയും. ആദ്യം ജവഹർലാൽ നെഹ്റുവിന്റെ ആകസ്മിക നിര്യാണത്തിന് ശേഷവും പിന്നീട് 1967 ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നിര്യാണ ശേഷവും ശ്രീ നന്ദയെ ഇന്ത്യയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലഘട്ടം 1964 to 66. 1964 ജൂൺ 9 മുതൽ 1966 ജനുവരി 11 വരെ ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായിട്ട് ചുമതല വഹിക്കുകയുണ്ടായി. അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ഒരു ശക്തനായ നേതാവിന്റെ ഇന്ത്യക്ക് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. നെഹ്റുവിന്റെ കാലത്ത് തൊഴിലാളി ക്ഷേമ മന്ത്രിയായിരുന്നു. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ്, ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യത്തിന്റെ വക്താത എന്ന നിലകളിലും രാജ്യം സ്മരിക്കുന്നു. മിതഭാഷയിലും മഹാത്മാഗാന്ധിയുടെ ആരാധകനുമായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലഘട്ടം 1964 ജൂൺ 9 മുതൽ 1966 ജനുവരി 11 വരെ ആയിരുന്നു. ഒരു കാലത്ത് ശക്തനായിട്ടുള്ള നേതാവിനെയാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് നഷ്ടമായത്. നെഹ്റുവിന്റെ കാലത്ത് ഏതെല്ലാമായിരുന്നു? തൊഴിലാളി ക്ഷേമ മന്ത്രിയായിരുന്നു. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യത്തിന്റെ വ്യക്തത എന്ന നിലകളിലും രാജ്യം അദ്ദേഹത്തെ സ്മരിക്കുന്നു. ഓക്കെ, അടുത്തത് നാലാമത്തേത് ഗുൽസാരി ലാൽ നന്ദ. ഗുൽസാരി ലാൽ നന്ദയുടെ കാലഘട്ടം 1964 മെയ് 27 മുതൽ ജൂൺ 9 വരെയും 1966 ജനുവരി 11 മുതൽ ജനുവരി 24 വരെയുമായിരുന്നു. അപ്പോൾ ഗുൽസാരി ലാൽ നന്ദയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1964 മെയ് 27 മുതൽ ജൂൺ 9 1966 ജനുവരി 11 മുതൽ ജനുവരി 24 വരെയും.
ആദ്യം ജവഹർലാൽ നെഹ്റുവിന്റെ ആകസ്മിക നിര്യാണത്തിന് ശേഷവും പിന്നീട് 1967 ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നിര്യാണ ശേഷവും ശ്രീനന്ദയുടെ ഇന്ത്യയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. Then fifth one, ഇന്ദിരാഗാന്ധി 1966 to 77. 1966 ജനുവരി 24 മുതൽ 1977 മാർച്ച് 11 വരെ. 1980 ജനുവരി 14 മുതൽ 1984 ഒക്ടോബർ 31 വരെ. പിന്നീട് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ആദ്യത്തെയും ലോകത്ത് തന്നെ ഏറ്റവും കാലം ഭരിച്ച മഹിളാ ഭരണാധികാരിയായിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ ഇന്ത്യയെ സഹായിച്ചു. ലോകരാഷ്ട്രങ്ങളുമായിട്ട് നല്ല സൗഹൃദം യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും വിജയത്തിലേക്ക് എത്തിച്ചു. ചേരായ്മയിൽ അധിഷ്ഠിതമായ വിദേശ നയവും കൊണ്ടുവന്നു. 1975 1977 കാലഘട്ടത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഒരു ഇരുളുമുടിഞ്ഞ അധ്യായമായിട്ട് അവശേഷിക്കുന്നു. അപ്പോൾ അഞ്ചാമത്തെ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത്. ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ആദ്യത്തെയും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മഹിളാ ഭരണാധികാരിയായിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. പിന്നീട് 1977 അദ്ദേഹം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി. അടുത്തത് മൊറാർജി ദേശായി. 1977 to 79 ജനതാ പാർട്ടി. 1977 മാർച്ച് 24 മുതൽ 1979 ജൂലൈ 28 വരെ. ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി. അടിയന്തരാവസ്ഥയ്ക്ക് എതിരായി ഉണർന്നു വന്ന ജനവികാരമാണ് തിരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയെ അധികാരത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആറാമത്തെ പ്രധാനമന്ത്രിയായിരുന്നത് മൊറാർജി ദേശായി ആണ്. 1977-79 ആയിരുന്നു കാലഘട്ടം. ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി. ഓക്കെ, അടുത്തത് ചരൺ സിംഗ്. ചരൺ സിംഗ് ജനതാ പാർട്ടി സെക്യുലർ ആയിരുന്നു. 1979 ജൂലൈ 28 മുതൽ 1980 ജനുവരി 14 വരെയായിരുന്നു. ജനതാ പാർട്ടിയിലെ ഉടലെടുത്ത ഭിന്നതയാണ് മൊറാർജി ദേശായിക്ക് നിഷ്കാസിതയാക്കിയിട്ട് ചരൺ സിംഗിനെ അധികാരത്തിൽ എത്തിച്ചത്. ഉത്തർപ്രദേശ് റവന്യൂ മന്ത്രിയായിരിക്കെ ജന്മിത്തം അവസാനിപ്പിക്കുന്ന ഭൂപരിഷ്കരണ നിയമം അദ്ദേഹം പ്രസിദ്ധനാക്കി. ഓക്കെ, അപ്പോൾ ചരൺ സിംഗ് അദ്ദേഹത്തിന്റെ കാലഘട്ടം 1979 ജൂലൈ 28 മുതൽ 1918 ജനുവരി 14 വരെയായിരുന്നു. ഓക്കെ, അദ്ദേഹം ഉത്തർപ്രദേശ് റവന്യൂ മന്ത്രിയായിരിക്കെ ജന്മിത്തം അവസാനിപ്പിക്കുകയും ഭൂപരിഷ്കരണ നിയമം അദ്ദേഹം നിലവിലാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അടുത്തതായിട്ട് വരുന്നത് വീണ്ടും ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകതകളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് ഒൻപതാമത്തത് രാജീവ് ഗാന്ധി. 1984 to 89 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1984 ഒക്ടോബർ 31 മുതൽ 1989 ഡിസംബർ 5 വരെ. രാജീവ് ഗാന്ധി തന്റെ 40-ാം വയസ്സിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുകയും ഇന്ത്യൻ ഭരണ സംവിധാനത്തെ ആധുനികവൽക്കരിക്കുകയും ചെയ്തു. കമ്പ്യൂട്ടറുകളുടെ ജനകീയവൽക്കരണം, അമേരിക്കയുമായിട്ടുള്ള ഉഭയവ്യാപാരം എന്നിവയായിരുന്നു അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. അപ്പോൾ ഒൻപതാമത് രാജീവ് ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1984 ഒക്ടോബർ 31 മുതൽ 1989 ഡിസംബർ 5 വരെയായിരുന്നു. രാജീവ് ഗാന്ധി തന്റെ 40-ാം വയസ്സിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. ശേഷം കമ്പ്യൂട്ടറുകളുടെ ജനകീയവൽക്കരണവും അമേരിക്കയുമായിട്ടുള്ള ഉഭയവ്യാപാരം അദ്ദേഹത്തെ പ്രശസ്തനാക്കുകയാണ് ചെയ്തത്. പിന്നീട് 10-ാമത് വിശ്വനാഥ് പ്രതാപ് സിംഗ്. 1989 to 90 ജനതാദൾ. 1989 ഡിസംബർ 2 മുതൽ 1990 ഡിസംബർ 10 വരെ. VP സിംഗ് ഇന്ത്യയിലെ ദരിദ്രരുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനുമേൽ എടുത്ത നിലപാടുകളുടെ പേരിൽ എതിർപ്പുകളും ആരോപണങ്ങളും നേരിടേണ്ടായി. പിന്നെ 11-ാമത്തത് ചന്ദ്രശേഖർ. 1990 to 91 സമാജ്വാദി പാർട്ടി. 1990 നവംബർ 10 മുതൽ 1991 ജൂൺ 21 മുതൽ. 12-ാമത്തത്
PV Narasimha Rao 1991 to 96 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1991 മെയ് 16 മുതൽ 1996 മെയ് 16 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. സാമ്പത്തിക ഉദരവൽക്കരണത്തിന്റെ നയങ്ങളുടെ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ലൈസൻസ് വാഴ്ച അവസാനിപ്പിക്കുന്നതിൽ ചുവടുവെപ്പുകൾ നടത്തി വിദേശ മൂലധനത്തിന്റെ പ്രവേശനത്തിന് സഹായിക്കുകയുണ്ടായി. ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ നിശബ്ദ ആയി എന്ന ആരോപണവും ജയം നേതാവിന് കോഴ കൊടുത്തു വോട്ട് വാങ്ങി എന്ന ആരോപണവും നിഴലിലെത്തി. Then 13th one Adal Bihari Vajpayee 1996 BJP. Then നരസിംഹറാവുവിന്റെ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ തുടർന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പണപ്പെരുപ്പിന്റെ തോത് കുറഞ്ഞു. കാർഗിൽ യുദ്ധവും പിന്നീട് മെച്ചപ്പെട്ട ഇന്ത്യൻ പാകിസ്ഥാൻ ബന്ധവും എടുത്തു പറയേണ്ടതാണ്. ടെലികോം വിപ്ലവത്തിന് വഴി തുറക്കുകയാണ് ഉണ്ടായത്. 14 HD ദേവഗൌഡ ജനതാദൾ 1996 ജൂൺ 1 മുതൽ 1997 ഏപ്രിൽ 21 വരെ യുണൈറ്റഡ് ഫ്രണ്ട് കക്ഷികളുടെ സംയുക്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നു. തന്റെ ഭരണകാലത്ത് ദേവഗൌഡ ആഭ്യന്തരം, പെട്രോളിയം, കെമിക്കൽസ്, നഗര തൊഴിൽ വികസനം, ഭക്ഷ്യ സംസ്കരണം, മാനവശേഷി എന്നീ വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ദെൻ 15ാമത്തത് AK ഗുജറാൾ 1997 to 1998. അടൽ ബിഹാരി വാജ്പേയി ആണ് 16ാമത്തത് വന്നത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. 17ാമത്തത് വന്നത് മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 2004 മെയ് 22 മുതൽ 2014 മെയ് 17 വരെയായിരുന്നു അദ്ദേഹം. നവ ഉദാരവൽക്കരണത്തിന്റെ നയങ്ങളും ഏറ്റവും വലിയ അപ്പോസ്തലൻ ബാങ്കിംഗ് സാമ്പത്തിക മേഖലയിലെ പരിഷ്കരണങ്ങൾ ത്വരിതമാക്കി. മൂല്യവർദ്ധിത നികുതി സമ്പ്രദായത്തിന്റെ നിയമനിർമ്മാണ ബിൽ കൊണ്ടുവന്നു. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ഭക്ഷ്യസുരക്ഷാ നിയമം, വിവരാവകാശ നിയമം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്നിവ എടുത്തു പറയാവുന്ന നേട്ടങ്ങളാണ്. ടെലികോം, കൽക്കരിപ്പാട അഴിമതി കേസുകളിലെ വലിയ ചർച്ചയ്ക്ക് വഴി വീഴ്ചയുണ്ടായി. തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കനത്ത പരാജയത്തിന് വഴിവെട്ടുകയും ചെയ്തു. പിന്നീട് 18ാമത്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. 2014 ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭരണം തുടർന്നുകൊണ്ടിരിക്കുന്നു. 2014 മെയ് 26 മുതൽ പ്രധാനമന്ത്രി ജൻധൻ യോജന, സ്വച്ഛ് ഭാരത് അഭിയാൻ, ഗംഗാ ശുദ്ധീകരണ പദ്ധതി എന്നിവ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ബേസിക് കാര്യങ്ങളുമാണ്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത കോഴ്സുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ചിൽഡ്രൻ, ബൈ ആൻഡ് താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, GK വെൽഡൺ PSCയുടെ സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് GK വെൽഡൺ PSC എന്ന ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറേ ലിങ്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലിങ്കിൽ ഫസ്റ്റ് നമ്മൾ അൺഅക്കാഡമി ആപ്പ് വഴി നൽകുന്ന ക്ലാസ്സുകളുടെ ലിങ്കാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ്, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് മെസ്സേജ് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം GK വെൽഡൺ PSC എന്ന ഞങ്ങളുടെ FB പേജിൻ്റെ ലിങ്കും ഈ FB പേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, FB പേജ് ഓപ്പൺ ചെയ്യും. അവിടെയും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യോത്തരങ്ങളും PSC സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും റിസൾട്ട്സും അപ്ഡേഷൻസും ഒക്കെ പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നതാണ്. ആ പേജ് നിങ്ങൾ അയക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭ്യമാകുന്നതാണ്. ഇനി കമ്മിങ് ബാക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൺഅക്കാഡമി എന്ന ആപ്പ് വഴി നിങ്ങൾക്ക് സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആദ്യം ലിങ്ക് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ബ്രൗസറോ ക്രോമോ ഏത് വഴിയിട്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്രോം വഴിയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതാണ്ട് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടാവുക. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എൻറോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
എൻറോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ ഐഡിയും അതോടൊപ്പം ഒരു പാസ്വേഡും കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിതിൽ ലോഗിൻ ആവും. അപ്പോൾ എൻറോൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ലിങ്കിൻ്റെ ക്ലാസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിവിടെ ഡൗൺലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് അടിക്കണമെങ്കിൽ നെക്സ്റ്റ് അടിക്കാം. ഓരോ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതെന്നുള്ള സോഷ്യൽ മീഡിയയുടെ ലിങ്ക് താഴെ കാണാം. അപ്പോൾ അതുവഴി നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം പിന്നെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ എൻ്റെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ആ പ്രൊഫൈലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഷ്ന ഷാജി എന്നുള്ള എൻ്റെ പ്രൊഫൈൽ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കോഴ്സുകളൊക്കെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഉള്ളി ഒരുപാട് കോഴ്സുകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോളോ ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ നേരെ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുൻപ് എൻറോൾ ചെയ്യാൻ നേരത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഫോളോഡ് ആയിക്കോളും. അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഗൂഗിളോ ഫേസ്ബുക്കോ വഴി ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ ഐഡിയും ഒരു പാസ്വേഡും കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നെ ഫോളോ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഓപ്പൺ ചെയ്യാം. ഏതെങ്കിലും ഒരു കോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എബൌട്ട് ഒരു കോഴ്സിനകത്ത് 6 to 8, 10, 12 അങ്ങനെ ലെസൺസും ഉണ്ട്. അപ്പോൾ എല്ലാ ലെസൺസും കാണാൻ ശ്രമിക്കുക. ഒരു കോഴ്സിനകത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരളയിലെ തിരുവനന്തപുരത്തിൻ്റെ പാർട്ട് 1 സെക്ഷനാണ് കണ്ടേക്കുന്നത്. ഇതിൻ്റെ പാർട്ട് സെക്കൻഡ് ഉണ്ട്, നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും നെക്സ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് അടിച്ച് ഓരോ ക്ലാസ്സുകളും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിലോ ഞങ്ങൾക്ക് മെസ്സേജ് FB വഴിയോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഴ്സിൽ എൻറോൾ ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ സജഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ. അതിനുശേഷം ക്ലാസ്സുകൾ നിങ്ങൾക്ക് റേറ്റ്, റിവ്യൂ ആൻഡ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും റിവ്യൂ 5 റേറ്റിംഗ്സ് ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് റേറ്റിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ റേറ്റ് എന്ന ബട്ടൺ ഈ 5 സ്റ്റാറിൽ നിൽക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം ലോഗിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ അൺഅക്കാഡമിയുടെ ആപ്പ് വഴിയാണ് കയറുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത്രയും പ്രോസസ്സ് ഇല്ല. ജസ്റ്റ് അൺഅക്കാഡമി എന്ന ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സെർച്ച് ബട്ടൺ കാണും. ഇതേപോലെ സെർച്ച് ബട്ടൺ, അതിൽ എൻ്റെ പേര് അടിച്ചു കൊടുക്കുക. ആഷ്ന ഷാജി എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എൻ്റെ പേര് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ എൻ്റെ പ്രൊഫൈൽ വരും. അവ കോഴ്സുകളിൽ വീണ്ടും എൻ്റെ പ്രൊഫൈൽ പറയും. ഞാൻ പറഞ്ഞല്ലോ എന്നെ ഫോളോ ചെയ്യുക. ഇതാണ്. അപ്പോൾ നിങ്ങൾ ആപ്പ് വഴി കയറുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ കാണാം, റെക്കമെൻഡ് ചെയ്യാം, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആപ്പ് വഴി ചെയ്യുമ്പോൾ ഒരു എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ക്ലാസ്സുകൾ ആഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് മൊബൈലിൽ ലഭ്യമാകും. ഇന്ന ആൾ ഇന്ന ക്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ കോഴ്സിൽ എൻറോൾ ചെയ്ത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇൻ കേസ് ഇപ്പോൾ ആപ്പ് വഴിയല്ല, നിങ്ങൾ ഡയറക്റ്റ് ലിങ്ക് വെച്ചിട്ടാണ് കയറണമെങ്കിൽ പോലും നോട്ടിഫിക്കേഷൻസ് ലഭിക്കണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക.